ഗൈസ്, എല്ലാവർക്കും പൊളിക്കണം പൊളിച്ചെടുക്കാനും ഇന്നോർ സ്റ്റോപ്പിങ്ങിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇൻ്റർനാഷണൽ ഡ്രഗ് ഡേ, അതായത് ലഹരി വിരുദ്ധ ദിനം. അപ്പോൾ ഈ ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ ഈ ലോകത്തിന് സംഭവിക്കുന്നത്, നമ്മുടെ ലോകം ഭൂമി എങ്ങോട്ടേക്കാണ് വഴുതി വീഴുന്നത്, ഇപ്പോൾ ഈ സമൂഹത്തിലുള്ള ചില നാട്ടുകാരൊക്കെ എന്താണ് ചെയ്യുന്നത്, നമ്മളെ ഭാവി എങ്ങോട്ട് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക, വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലേക്കൺ അമർത്തുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും നിങ്ങൾ ചെയ്യുമല്ലോ, ഇത് എന്തായാലും നിങ്ങൾ ചെയ്തേ പറ്റും. അപ്പോൾ ഇനിയും ഞാൻ എല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്ന്, ലഹരി യൂസ് ചെയ്യുന്ന, അതായത് ഡ്രഗ് യൂസ് ചെയ്യുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് എടുത്ത് കൊടുക്കുക. ഓക്കെ, കുറച്ച് ആൾക്കാർക്കൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മനസ്സിലാവും. ചില ആൾക്കാർ എന്ത് ചെയ്യുക, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയൊക്കെ ഒന്ന് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ഇച്ചിരി ദിവസം മാത്രം, ഒരു ദിവസം വെച്ച് അങ്ങനെ ചെയ്യും. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇതൊന്നും ചെവിക്കൊള്ളാതെ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ആരാണ് പറഞ്ഞയക്കുന്നത്? ഈ ലഹരിയായ ഹാൻസ്, കഞ്ചാവ്, സിഗരറ്റ്, മദ്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, MBA, അങ്ങനെ കുറേ സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് നമ്മുടെ ഭൂമിയിലേക്ക്. നമ്മുടെ ഭൂമി എങ്ങോട്ടൊക്കെയാണ് വഴുതി വീഴുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ഭൂമി എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ഭൂമി എവിടെ പോകുന്നു, നമ്മുടെ ഭൂമി എന്താണ്, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ഇങ്ങനെ സമയം കളയുകയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം നമ്മുടെ ഭൂമി, നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തിൽ എത്ര ആൾക്കാരുണ്ടെന്നറിയോ? 140 കോടികളോളം. അതിൻ്റെ മുകളിലോട്ട് കുറേ ജനങ്ങൾ, എണ്ണാനാവാത്ത കുറേ ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ ജനങ്ങളിൽ കുറച്ച് പേരൊക്കെ ലഹരിക്ക് അടിമയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് തടയുക. ഈ ബോധവൽക്കരണ ക്ലാസ് നിങ്ങൾ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾ പറഞ്ഞാൽ അവർ കേട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സാർമാരോടോ അല്ലെങ്കിൽ അടുത്തുള്ള അങ്കിളുമാരോടോ ഒക്കെ പോയി പറയുക. അവരും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 100 വിളിച്ച് പോലീസിനെ അറിയിക്കുക. അങ്ങനെ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ ലഹരി യൂസ് ചെയ്യില്ല. ഈ ലഹരിക്ക് അടിമയാവുന്നതിന് കാരണം എന്താണ്? ഇത് ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അകത്ത് കെമിക്കൽ, ആസിഡ്, അങ്ങനെയുള്ള സകല സാധനങ്ങൾ ഇതിനകത്ത് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇത് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ദിവസമൊക്കെ എല്ലാ ദിവസവും വരച്ചെന്ന് ചെയ്ത് അതൊന്നും പോലാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതെന്തിൻ്റെ മണമാണെന്ന് നിങ്ങൾക്കറിയാം? ഇത് മരണത്തിനെ ആവാഹിക്കാനുള്ളൊരു സംഭവമാണ്. ഇത് മരണത്തിൻ്റെ മണമാണ്. നമ്മൾ നേരെ മരണത്തിലോട്ട് ഇങ്ങനെ വഴുതി അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് സംഭവം നമ്മൾ എന്തായാലും ഇത് തടഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ കഴിവിന് പരമാവധി നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ ചെയ്തില്ലെങ്കിലോ നമ്മുടെ ഭൂമി നശിക്കും, നമ്മുടെ രാജ്യം നശിക്കും, നമ്മുടെ സകല സാധനങ്ങളും നശിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലേക്കൺ അമർത്തുക. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇച്ചിരി അറിവുകളും എല്ലാം കിട്ടും. ഈ ലഹരി ഇതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും എത്തിക്കണം എന്നുണ്ട്. ഈ ലഹരി നിങ്ങൾക്ക് തടയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ചെയ്യാം. ഓക്കെ, ഇനി നമ്പർ 2 നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡ്രഗ് യൂസേഴ്സ്, നിങ്ങളുടെ അച്ഛനായിക്കോട്ടെ, നിങ്ങളുടെ മാമനായിക്കോട്ടെ, നിങ്ങൾ ആര് വേണേലും ആയിക്കോട്ടെ,
പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തടയണം. നിങ്ങൾ അച്ഛൻ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛന് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കഴിവിന് എന്തെങ്കിലും പരമാവധി പറ്റുന്ന രീതിയിൽ അത്രയൊക്കെ മതി. പക്ഷെ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങളെ കഴിവിൻ്റെ പരമാവധി പറ്റുന്ന രീതിയിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. എന്നിട്ട് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ എന്ത് ചെയ്യാം? എന്തായാലും നിങ്ങളൊന്നും ചെയ്യുക കേട്ടോ. ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അച്ഛനും നല്ല ശീലങ്ങളൊക്കെ വന്നു തുടങ്ങും. അച്ഛന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും. ഈ ലഹരി നമ്മളെ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ ലഹരി നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തിന് ഹാനികരാണ്, മറ്റേതാണ് മറിച്ചാണ്, അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ ദിവസവും ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ലഹരി ഉപയോഗിക്കരുത്. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്ത് പറ്റും? നമ്മുടെ മനസ്സും നമ്മുടെ കിഡ്നി, വൃക്ക, കരള്, ലിവർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു പോവും. ഹൃദയം വരെ അടിച്ചു പോവും. ഈ എല്ലാ സാധനങ്ങളും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കും. പക്ഷേ ഹൃദയത്തിലോട്ട് ഇത് ബാധിച്ച് ഹൃദയം നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല. കാരണം ഹൃദയം നമ്മുടെ ശരീരത്തിലെ എല്ലാത്തിലോട്ടും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ഹൃദയമാണ്. അങ്ങനെയുള്ള ഹൃദയത്തിന് നമ്മൾ ഈ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിക്കുന്നുണ്ട്. നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാളിന്ന് കത്തിയെടുത്ത് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞാലോ, അത് ചോര വന്ന് നമ്മൾ മരിക്കും. ഇപ്പൊ ഹൃദയത്തിലോട്ട് കുത്തി കയറ്റുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഹൃദയത്തിലോട്ട് ഇങ്ങനെ പുളർന്ന് കയറും. ഒരു കത്തി കുത്തി കയറ്റുകയാണെങ്കിൽ പുളർന്ന് കയറും. അത്രയ്ക്കും എഫോർട്ടില്, അത്രയ്ക്കും മൂർച്ചയുണ്ട് കത്തിക്ക്. നമ്മളെ ഒരു ചെറിയ കണ്ടില്ലേ, ഞാനിപ്പോൾ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ അമർന്നു പോകുന്നില്ല. അത്രയും ചെറിയൊരു സാധനം ആണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ശരീരത്തിനെ അപ്പം നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എല്ലാം അങ്ങോട്ട് തകർന്നു പോകും. അപ്പോൾ ഇപ്പോൾ ഒരു കത്തി വെച്ച് നമ്മുടെ കയ്യിൽ കുത്തി കയറി കഴിഞ്ഞാൽ പൊളന്ന് കയറുന്നില്ലേ, അത് ചിരി നമ്മുടെ കൈക്ക് അത്രയ്ക്കും ബലമില്ല. നമ്മുടെ കൈയാണെങ്കിൽ എന്താ സോഫ്റ്റാ, നമ്മുടെ ശരീരം അതുപോലെ തന്നെ. നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കത്തിയുടെ മൂർച്ചയ്ക്ക് തകർക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ശരീരം. അതേപോലെ തന്നെയാണ് ഈ ലഹരി. ഈ ലഹരീൻ്റെ കുറച്ച് ദിവസങ്ങൾ മതി നമ്മുടെ ജീവിതം ഫുള്ള് തകരാനായിട്ട്. ഈ ലഹരി നാട് മുടിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബം മുടിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിനെയും നാടിനെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെയും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവിയെയും നമ്മുടെ ഭാവിയെ എല്ലാത്തിനെയും നശിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നശിപ്പിക്കുന്ന ഈ ലഹരി എന്തോ ഒരു പൂസലില്ലാതെ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുക? ഈ ലഹരി ഇങ്ങനെ അങ്ങോട്ട് അയച്ചു കൊടുക്കാമല്ലോ. എന്തിനാ? ഇത് കുറേ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നൊരു സാധനമാണ്. ഇത് ഇന്ത്യയിൽ വരുത്താനേ കുറച്ച് കാരണങ്ങളുണ്ട്. ഇന്ത്യയിൽ വരുത്താൻ ഫസ്റ്റ് വന്ന് ഈ ഇന്ത്യയിലുണ്ടല്ലോ, ഇപ്പം നമ്മളുണ്ടല്ലോ വഴി കൂടെ ഒക്കെ പോവാം. അപ്പം കുറച്ച് ചേട്ടന്മാർ മോനെ എന്നാ മുട്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ മുട്ടായി അങ്ങോട്ട് തരും. നമ്മൾ ആ കിണി പോയിട്ട് ചാടും. പിന്നെയും മുട്ടായി തന്നിട്ട് നമ്മളെ കൊണ്ട് കുറേ പണികൾ എടുപ്പിക്കും. പക്ഷെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല. നമുക്ക് മുട്ടായി കിട്ടിയാൽ പോരെ, എനിക്ക് മുട്ടായി കിട്ടിയാൽ പോരെ, ഞാൻ എന്ത് പണി വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഭീഷണിപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞ് പറ്റിച്ച് നമ്മളോട് ചതി ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് ചെയ്യുന്നുണ്ട്. അത് തെറ്റല്ലേ? പിന്നെ രണ്ടാമത്തെ കാരണം, ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ച ഓർമ്മയുണ്ടോ? അവർക്ക് ചില മനുഷ്യരെയൊക്കെ അടിമകളാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ പറഞ്ഞേച്ചാ ഇത് ഗവൺമെൻറ്റിലോട്ടെത്തി. ഇത് ഗവൺമെൻറ് എന്ത് ചെയ്തു? എന്നിട്ട് ഗവൺമെൻറ് നേരെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഗവൺമെൻറ് അയച്ചു കൊടുക്കുക അത് തെറ്റല്ലേ? ഈ ഗവൺമെൻറ്റിനോട് ചോദിക്കണം, എന്തിനാണ് നിങ്ങളിങ്ങനെ കുട്ടികളുടെ അച്ഛന്മാരെയും പിന്നെ അമ്മാവന്മാരെയും അനിയന്മാരെയും സഹോദരന്മാരെയും എല്ലാത്തിനും ഇങ്ങനെ നശിപ്പിക്കുന്നത്? നമ്മൾ തടയണം. ഇത്രയും ചെയ്യണം. 3, നമ്മളെന്ത് ചെയ്യുക? നമ്മളുണ്ടല്ലോ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന്. ഈ ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.
ഈ ഹാൻസ്, കഞ്ചാവ്, ലഹരി, അങ്ങനെ ഈ മദ്യം, MBDI, അങ്ങനെ കുറേ സാധനങ്ങൾ, സിഗരറ്റ്, പിന്നെ ഒരു സിറിഞ്ച്, അതിൽ മയക്കുമരുന്ന് കുത്തി അടിച്ച് നിന്നിട്ട് ഒരു കയ്യിൽ കെട്ടിയിട്ട് ഇങ്ങനെ അടിച്ച് കയറ്റുന്നുണ്ടാവും. ഇതെങ്ങനെ അവരുടെ ശരീരത്തിൽ എത്തുന്ന വെച്ചാൽ ഇതിങ്ങനെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ കൂടെ കയറും നൂലു. ഇതെന്താ സംഭവം എന്നറിയാം, ഇങ്ങനെ ഇങ്ങനെ കുത്തി അടിച്ച് കയറ്റും. എന്നിട്ട് ഈ നൂലിലൂടെ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ തലച്ചോറിലൂടെ പോയിട്ട് നമ്മളെ തലച്ചോറ് ഇങ്ങനെ തുറന്നെടുക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ തലച്ചോറ് എല്ലാ ഭാഗങ്ങളിലോട്ട് സ്പ്രെഡായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളെ ജീവിതം, നമ്മുടെ ശരീരം എല്ലാം കൂടി നശിച്ചു പോവും. ഈ ലഹരിക്കും പിന്നെ ബാക്കിയുള്ള കുറെ ഡേഞ്ചറസ് സാധനങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഒരു അക്രമം മതി നമ്മളെ ഒരു ശരീരമൊക്കെ തകർക്കാനായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ലഹരിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ ഇങ്ങനെ ക്യാൻസറൊക്കെ വന്നിട്ട് മുഖം ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറെ പുകയില, പിന്നെ സിഗരറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചില ആൾക്കാർ. പക്ഷെ എന്താണ് പറ്റുന്നത്? ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ചില ആൾക്കാർ കുറെ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി മൂന്നാമത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മൂന്നാമത്തെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് മിഠായി കൊടുത്ത് പറ്റിക്കുന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം എല്ലാ കുട്ടികളും, ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇപ്പം ഒരു ലഹരിക്ക് അടിമയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ അതെന്താന്ന്? യെസ്, അതാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ നമ്മൾ സ്ഥിരമായി കാണുന്നതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് പാരൻസ് മൊബൈൽ തരുന്ന സമയത്ത് നമ്മൾ ഭ്രാന്ത് പിടിച്ച പോലെ ആവും. അതെന്തുകൊണ്ടാ? നമ്മൾ അതിന് അടിമയാണ്. മൊബൈൽ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഭയങ്കര വയലൻ്റ് ആവും. അതെന്താ? നമുക്ക് മൊബൈൽ വേണം. മൊബൈൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയമാണെന്ന് നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. മൊബൈൽ കൊണ്ട് നമുക്ക് ഒരു കാര്യം, നമ്മുടെ ബ്രെയിന് എല്ലാം നശിച്ചു പോവും. എങ്ങനെയാ നശിച്ചു പോവുക? എങ്ങനെയാ? നമ്മളുടെ ശരീരത്തിൽ ഫുൾ ഈ മൊബൈലിൻ്റെ ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ സ്ഥിരം മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ ഇത് തലച്ചോറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോണിന് അഡിക്റ്റ് ആയിട്ട് ഫോണിൽ കൊടുക്കാത്ത കുട്ടികൾ ഫോൺ ഇങ്ങനെ കൈയുള്ള പോലെ ഇങ്ങനെ അഭിനയിക്കും. കാണിച്ചാൽ കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്താ? ഇതാരും തലയ്ക്ക് പിടിച്ചതാ, അവരുടെ മനസ്സിനത് പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? എന്തായാലും നമ്മളൊന്ന് തടയാം. നാലാമത്തത് മിഠായി. നമ്മൾ മിഠായിയൊക്കെ കഴിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? മിഠായിയൊക്കെ ഇങ്ങനെ നല്ലൊരു മിഠായി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ ചില കുട്ടികൾക്ക് മിഠായിക്ക് നല്ല അടിമയാണ്. മിഠായി കൊണ്ടുവന്നില്ലേ അവർ ഭയങ്കര വയലൻ്റാണ്. അച്ഛൻ എന്താ മിഠായി കൊണ്ടുവരാത്ത? അച്ഛൻ എന്ത് പരിപാടിയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചൂടാവും. കാരണം എന്തുകൊണ്ടാ? നമുക്ക് ഈ സാധനത്തിന് അടിമയാണ്. നമ്മളിപ്പോൾ അമ്മേനോട് ഒരു മുട്ടായി മേടിച്ചു തരാൻ പറഞ്ഞാൽ കുറേ ദിവസം മുട്ടായി മേടിച്ചു തരാൻ അമ്മയ്ക്ക് പറ്റൂല, കുറേ ദിവസം കഴിക്കാൻ അമ്മയ്ക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കടന്ന് വാശി പിടിക്കുന്ന സമയത്തുണ്ടല്ലോ എന്താ അമ്മമാർ വാങ്ങിച്ചു തരും. പക്ഷേ നമ്മളുടെ ഈ ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിൽ വെക്കാൻ പാടില്ല. നമ്മൾ ഇതിപ്പോൾ കുറേ മുട്ടായി കഴിച്ച് നമ്മൾ എന്തായി? ഈ ലഹരിക്ക് അടിമയാവും, ഈ മുട്ടായിക്ക് അടിമയാവും. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യം എന്തായാലും ഞാൻ പറയാം. അപ്പം പറയാമേ? ഓക്കെ, പറയാം. ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ആരോഗ്യത്തിന് ഹാനികരം. അതെ, പക്ഷെ അതല്ല ശരിയായിട്ടുള്ളത്. ഈ ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണിത്. മനസ്സിലായോ? അല്ലാതെ ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യവും സംഭവിക്കില്ല. പക്ഷെ ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിന് സംഭവിക്കും. ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ വിചാരിക്കുന്നത് ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ 2 ദിവസം 3 ദിവസമൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് എല്ലാവരുടെ സ്കിന്നിനും ഇതൊക്കെ അങ്ങനെയൊക്കെ
എല്ലാവരുടെ ശരീരഭാഗത്തിനും എല്ലാത്തിനും കേട് പറ്റുന്നുണ്ട് ഇത്. പക്ഷെ അങ്ങനെയല്ല. ആ വിചാരിക്കുന്നവർ ഈ വിചാരം അങ്ങ് മാറ്റിയേക്ക്. അതല്ല. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും പറയുന്നതാണ് ഇത് ലഹരിയാണ്, ഇത് ലഹരിയാണ്, ഇത് ലഹരിയാണ്. അങ്ങനെ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ലഹരി നമ്മൾ കുറേ ദിവസം എല്ലാ വർഷവും മാസവും ദിവസവും എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലഹരി എന്ന് പറയാം. അവസാനം ഇതൊരു വലിയൊരു പ്രശ്നത്തിൽ എത്തും. നമ്മളിപ്പോൾ കൊതി തോന്നിപ്പിച്ച് നമ്മളെ ചതിയിലോട്ട് വീഴ്ത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ആ കെണിയിൽ പോയി വീഴുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മളൊന്ന് പ്രിവെൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇതുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാം ചെയ്യുക. നിങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്തമാണിത് എന്ന്. അപ്പോൾ നിങ്ങളത് നിറവേറ്റണം. ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇത്രയും നന്നായിട്ട് ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇരിക്കരുത്. ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരു കുഴപ്പമില്ല, പക്ഷെ ഷെയർ ചെയ്യാൻ ഒരാളും മറക്കരുത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ വെച്ച് നിർത്തുക. ഓക്കെ, ബൈ.